പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ബറാഅത്ത് രാവൊക്കെ നമ്മളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കൂലേ? അതുമാത്രമല്ല, ഇനി മുതൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി നമ്മൾ കഴുകി, ഇപ്പോൾ നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ തുടച്ചിട്ട് ആ തുണി ഒന്ന് കഴുകാൻ വേണ്ടി നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി, ആ തുണി ഒന്ന് കഴുകി അതൊന്ന് പിഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വിരിച്ചിട്ടു, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കിടക്കൂലേ? അപ്പൊ എപ്പോൾ വീട്ടിലേക്ക് കടന്നാലും ഇനിയിപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റ് നമ്മുടെ തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഇടാൻ വേണ്ടി പോയാൽ അങ്ങനെ ഇട്ടു, അത് തിരിച്ചു വന്നു. അപ്പൊ അപ്പോഴും, അതായത് എപ്പോഴെല്ലാം നമ്മൾ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കിടക്കുന്നു, ആ സമയത്തെല്ലാം വീട്ടിലേക്ക് കിടക്കുമ്പോൾ വലതുകാലുകൊണ്ട് പ്രവേശിക്കുക. വലതുകാലുകൊണ്ട് പ്രവേശിക്കുക മാത്രമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിമാരും ഒരിക്കലും മറന്നുപോകരുത്, എൻ്റെ വാപ്പമാരും മറന്നുപോകരുത്. നമ്മൾ എപ്പോൾ വീട്ടിലേക്ക് പ്രവേശിച്ചാലും വലതുകാലുകൊണ്ട് പ്രവേശിക്കുക, അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ നിരന്തരമായി നമ്മുടെ വീട്ടിൽ ചെയ്താൽ, വലതുകാലുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറയാൻ പറ്റുമെങ്കിൽ സലാം പറയുക. ഇനി സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഒരു വട്ടമെങ്കിലും ചുരുങ്ങി നമ്മൾ ഓതുക. ഇങ്ങനെ നമ്മൾ സ്ഥിരമായി നമ്മൾ ചെയ്താൽ നമ്മുടെ വീട്ടിൽ പിശാച് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, അവൻ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടാവില്ല. അതുകൊണ്ട് പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്കാക്കുക. കാരണം ബറാഅത്ത് രാവെന്ന് പറഞ്ഞാൽ മലക്കുകൾ ധാരാളമായി, ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മുടെ വീടുകൾ അന്വേഷിച്ചു വരുന്ന രാവാണ്. കാരണം എന്താണ്? അമലുകൾ സ്വീകരിക്കപ്പെടുന്ന രാവ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന രാവ്. ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും വീടുകൾ അന്വേഷിച്ച് മലക്കുകൾ വന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രാവ്. അപ്പൊ മലക്കുകൾ നമ്മൾ കാത്തിരിക്കുന്നു, റമളാൻ എന്ന അതിഥി വരുന്നു. അപ്പൊ മുഴുവനും സന്തോഷത്തിന്റെ, ഒരു ആഹ്ലാദത്തിന്റെ, ഒരു സമാധാനത്തിന്റെ രാവ്, ഒരു പകലൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ പിശാചിനെ ഓടിക്കണ്ടേ? അതിലൊന്നാമതായി എൻ്റെ ഉമ്മമാര് ചെയ്യേണ്ടത്, വീട്ടിലേക്ക് എപ്പോൾ കടന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക, അതോടൊപ്പം തന്നെ ഇത് വലതുകാലം കൊണ്ട് കിടക്കുക. പറ്റുമെങ്കിൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാനും പ്രത്യേകം ശ്രദ്ധിക്കുക.